അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. അപ്പം എന്തോ അവന് ഇന്നത്തെ പരിപാടി? എവിടെ പോകാനുള്ള പദ്ധതിയിലാണ്? ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ക്രിസ്മസ് നമുക്ക് എന്ത് വേണം? അതെ. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചതായിരുന്നു അവരെ. അപ്പോൾ അവർ പറയുന്നത് ആദ്യത്തെ ക്രിസ്മസ് അവിടെ ആയിരിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. എന്താ ഇന്നത്തെ സെലിബ്രേഷൻ ഫുൾ അവിടെ ആയിരിക്കും. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി. അതെ, ഇനി രാവിലെ വെച്ചാൽ വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ 2 മണിക്ക് പള്ളി സർവീസ് തുടങ്ങി. നമ്മൾ 2:30 3 മണിയൊക്കെ ആയപ്പോഴാണ് പള്ളിയിലെത്തിയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ലൊരു കരിപ്പെട്ടി കാപ്പിയും ഒരു കേക്കും ഒക്കെ കഴിച്ചു. നമ്മൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ? അങ്ങനെ ഈ വർഷവും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പുൽക്കോടും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീയും നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ വയസ്സാണ് നമ്മുടെ പോകുന്നത്. നല്ല രസമായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ നമ്മുടെ പുൽക്കൂടും ഒക്കെ ഇങ്ങനെ രാത്രി അങ്ങനെ കത്തിച്ചിടുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. റൗണി അമ്മയൊക്കെ പോയിട്ട് വരട്ടെ, മക്കൾ നോക്കിക്കോണേ കേട്ടോ, നോക്കിക്കോണേ വീടൊക്കെ. ഓക്കെ, മതി 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 മതി. അപ്പം നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും ഒക്കെ നമ്മൾ കാവലേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് കേക്കും ഒക്കെ കഴിച്ചിട്ട് കിടക്കുന്നുണ്ട്. വീട് നോക്കിക്കോണേ, ഞങ്ങൾ ഇതാ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സുബിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് സുബിനും മെറിനൊക്കെ എതിരേൽക്കാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. പറഞ്ഞേ വിശേഷം എന്തൊക്കെയുണ്ട്? വിശേഷം പറയാ. സുബിനെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം രാവിലെ പള്ളിയിൽ പോയി, അതിന്റെ ക്ഷീണമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ, ഞങ്ങളും പോയിട്ട് വരുവാ. സുബിന്റെ മിറ്റമൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ അങ്ങോട്ട് ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് മാറ്റമാ? ചെടികളൊക്കെ ഞാൻ നട്ടു. കുറെ ചെടികളൊക്കെ എന്നെ കണ്ടിട്ട് ചിരിക്കുന്നു കേട്ടോ. എല്ലാം അവിടുന്ന് എന്നാലും കൊണ്ടുവന്നിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഒന്ന് കാണാം. ആക്കി വരുന്നതേ ഉള്ളു കേട്ടോ, എല്ലാം ആക്കി വരുന്നതേ ഉള്ളൂ. മമ്മിയുടെ ആ ഒരു ഇത് വെച്ച് എക്സ്പെക്ടേഷൻ വെച്ചൊന്നും അത് തുടക്കം അങ്ങനെയൊക്കെയാ തന്നെ, പിന്നെ അങ്ങ് നേരെ ആയിക്കോളും. ചെറിയ ചെറിയ രീതി ചെയ്തിട്ടുണ്ട്. അല്ല ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, ഇത്ര ആക്കി എടുത്തില്ലേ അല്ലേ? എൻ്റെ സുബിനും മെറിനും സുബിൻ്റെ മമ്മിയും എല്ലാവരും ഇതിനകത്തൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. പപ്പ വെള്ളം ഒഴിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വേണം? പപ്പയും ഇടയ്ക്ക് കിളച്ചൊക്കെ തരാറുണ്ട്. ഞാൻ ചെടി ഇടുമ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. പിന്നെ വെള്ളം ഒഴിക്കാനാണെങ്കിലും മമ്മിയും സുബി എല്ലാവരും ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു അടിപൊളി ഗാർഡൻ ഇവിടെയും പ്രതീക്ഷിക്കാം. എല്ലാം വൈറ്റ് പോട്ട് ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചിരിക്കുന്ന കേട്ടോ. അത് വെയിലുള്ള ഭാഗത്ത് നല്ല ഇത് കിട്ടുന്നുണ്ട് അല്ലേ? ഫ്ലവറുണ്ട്. അപ്പം ഗാർഡനൊക്കെ നന്നായി വരട്ടെ. എല്ലാം താഴോട്ട് വരുന്നതേ ഉള്ളൂ. ഇത് നല്ലോണം വളർന്നല്ലോ മരുന്നെ. ആ 3 എപ്പീഷ്യ അത് അവിടെ നിന്ന് കൊണ്ടുവന്നെയാണോ? അത് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ താഴോട്ടായിട്ട് 10 മണിയൊക്കെ നട്ടിട്ടുണ്ട്. എല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ, തുടക്കമായിട്ടതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ മരുന്നെ. വെള്ളം ഒഴിക്കണം നല്ലതുപോലെ, നനവുണ്ടെങ്കിലേ പറ്റും. ഇവിടെ ഇച്ചിരി കട്ട വല്ലം വെച്ചിട്ടേ വെള്ളം നിൽക്കത്തക്കരി ബോർഡർ ആക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വരും. ഇപ്പം ഞങ്ങൾ മെറിൻ്റെ വീട്ടിലാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കണ്ടില്ല, എല്ലാ വിഭവങ്ങളും ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മെറിനും മമ്മിയും സുബിനും പപ്പയും എല്ലാവരുടെ ചേർന്ന് കറികളെല്ലാം ഉണ്ടാക്കിയത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ സുജിത്തിനെ കാണുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. മൺട്രോത്തുരുത്ത് വന്നില്ലായിരുന്നല്ലോ അല്ലേ? അതിനുശേഷം പിന്നെ കാണുന്നതേ ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരോടും ചേർന്നുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയത്, അതുകൊണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഫുഡൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം വലിയ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. കപ്പ വരെ രണ്ടാമത് മേടിച്ചു. നല്ല എരിവുണ്ടോ അപ്പ? അങ്ങനെയില്ല, കൊള്ളാം. അത്രയും വേണം. ഇച്ചിരി എരിവില്ലാതെ ഇപ്പൊ എല്ലാരും കഴിച്ച് തീർന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി?
എല്ലാം നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ, നന്നായിരുന്നു എല്ലാം. ബീഫും എല്ലാം അടിപൊളിയായിരുന്നു. പള്ളിയിൽ വന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തല്ലോ, അതൊക്കെ വലിയൊരു കാര്യമാണ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെയാണ്, ബീഫ് ചിക്കൻ 30 ദിവസം നമ്മള് എല്ലാവരും കൊട്ടത്തിറച്ച പിന്നെ എത്ര വേണം അല്ലേ? ഇതാണ് ക്രിസ്മസ്. ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നന്നായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു ചെടി നമുക്ക് അങ്ങോട്ടും കൊണ്ടു, അതിനകത്ത് നല്ലൊരു വെള്ള പൂവ് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നമ്പ്യാർ വട്ടത്തിൻ്റെ ഒരു ഇനമാണ് ഇത്. ഇല കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. കുറ്റിത്തെറ്റി ഉണ്ടാക്കിയിട്ട് അതിനകത്തെല്ലാം നട്ടിലൊക്കെ വെച്ചിട്ട് കുറ്റിയായിട്ട് നിൽക്കും. ആ നല്ല രസമാണ്. അപ്പോൾ ഇതായി തെറ്റിയൊക്കെ മുറ്റത്ത് നിന്ന് നല്ല ഭംഗിയായിരുന്നു ഇല്ലയോ? ഒരു തെറ്റി എബിന് ഈ തെറ്റിന്ന് കേൾക്കുമ്പോൾ അവർ എന്തോ തെറ്റിയെന്ന് ചോദിക്കും. പക്ഷെ ഇത് കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ, പിടിച്ചു കഴിഞ്ഞാൽ കുറ്റിയായിട്ടേ. ഓ ഇതിപ്പോ റോഡ് നട്ടുവെച്ചതാ അതുണ്ടല്ലോ. ഉണ്ട്. ഇതോ ഇത് ഇത് വേറെ തന്നെ അതെ, അല്ല ഇത് തന്നെ ഒന്നാണ്. ഇതെല്ലാം നട്ടേക്കുന്ന സുവിൻ്റെ മമ്മിയല്ലേ? കൊള്ളാം, വെരി ഗുഡ്. ഇനി ഇവിടെ എല്ലാം ആക്കണം കേട്ടോ. ആ ഒന്ന് കൊണ്ടുപോയതാണ്. ആ സൈഡും കൂടെ കയ്യേറിയെന്ന് കേട്ടാൽ. അപ്പം നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് തിരിച്ച് നമ്മുടെ കുണ്ട്രയ്ക്ക് പോവുകയാണ്. അപ്പം എല്ലാം നല്ല മംഗളമായിട്ട് നടന്നു അല്ലേ, നല്ല ഭക്ഷണവും. പിന്നെ ഇവിടുന്ന് തപ്പിയെടുക്കാവുന്ന കുറച്ച് ചെടികളും ഒക്കെ തപ്പിയെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞ് ഇനി ന്യൂ ഇയർ ഇനി എവിടെ ആവണം? കുണ്ട്രയ്ക്ക്. നമുക്ക് കുണ്ട്ര കാണാം എന്താ ന്യൂ ഇയറിന്. അപ്പം സുവിൻ്റെ വീട്ടിലെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോവുകയാണ്. നല്ലൊരു ഇതായിരുന്നു, നമ്മള് നല്ലൊരു ഇതായിരുന്നു അല്ലയോ? ഇവിടം വരെ വന്ന് സെലിബ്രേറ്റ് ചെയ്തു. സുബിന്റെ ഫാമിലി ഒത്ത് നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ന്യൂ ഇയറിന്റെ ക്രിസ്മസ് കൊള്ളാന്നൊരു ഒരു ഫുഡ് ആന്റിയുടെ ഫുഡ് എല്ലാം എപ്പോ വന്നാലും അടിപൊളി ഫുഡാണ് ശരിക്കും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? വെറൈറ്റി സാധനങ്ങളൊക്കെ എന്തായാലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.